മനുഷ്യർക്കും അറിയാം, ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്ത സമീപനമായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ 8.25 വർഷവും ഉണ്ടായത്. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ 2-ാം ടേം അധികാരത്തിൽ വന്ന ആ നിമിഷം തുടങ്ങി ഒരു വികസന പ്രവർത്തനവും ഇനി കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. ലോകത്ത് ഇതുപോലെ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി ശശി തരൂർ പറഞ്ഞതാണ് ശരി. ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ പിന്തുണക്കുക, തെറ്റായ നിലപാടുണ്ടെങ്കിൽ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ കാണുക, അതിലാർക്കും തർക്കമില്ല. പക്ഷേ നിഷേധാത്മകമായ നിലപാട് മാത്രം ഇവിടെ സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള UDFൻ്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും. അത് മാറേണ്ടതാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടും അവരത് മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കടലുൾപ്പെടെയുള്ള മേഖലയിൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യത്തിൽ പാട്ടത്തിന് കൊടുത്തപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് സംയുക്തമായ പോരാട്ടം സംഘടിപ്പിക്കാമെന്ന് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. UDFൻ്റെ യോഗം ചേരുമ്പോൾ നേതൃയോഗം ചേരുമ്പോഴേക്ക് അവർ പറഞ്ഞു, യോജിച്ച പോരാട്ടങ്ങളോ സമരങ്ങളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും പറയാൻ കൂട്ടാക്കാതിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലപാടിനെതിരായി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറില്ല. അപ്പോൾ യോജിച്ച പോരാട്ടങ്ങളിലൂടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷ നിരയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിനെയെല്ലാം ഫലപ്രദമായിട്ട് നേരിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. സഖാവ് പിണറായി ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യനും കാണാൻ സാധിക്കുന്ന ഏറ്റവും ക്രിയാത്മകമായ വികസന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കൃത്യമായിട്ട് അവർ പറയും, അത് നാഷണൽ ഹൈവേ 66 നിർമ്മാണ പ്രക്രിയയാണ്. അങ്ങ് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെ 66 നാഷണൽ ഹൈവേ 66 പ്രവർത്തനം. 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാതയും അപ്പുറവും ഇപ്പുറവുമായിട്ട് സർവീസ് റോഡും ഉൾപ്പെടെ 8 വരിപ്പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസമാകുമ്പോഴേക്ക് ആ പാതയിലൂടെ മിക്കവാറും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു പുതിയ കേരളത്തെയാണ് പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഭാഗമായി കേരളം കാണാൻ പോകുന്നത്. ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ UDFൻ്റെയോ ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിൽ ഉള്ളത് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പിലാക്കാനാകുമായിരുന്നോ? ഉറപ്പായിട്ട് പറയാം, ഇല്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഖാവ് പിണറായി, ഞങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേ 66 വേണം, 6 വരിപ്പാത, അത് 2 കൂടി അപ്പുറവും ഇപ്പുറവും ചേർത്താൽ 8 വരിപ്പാത ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പറയുക മാത്രമല്ല, എന്താണോ പറയുന്നത് അത് അതേപോലെ തന്നെ നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പോട്ടേക്കുള്ള കുതിപ്പിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ് അത് വന്നത്. ഗയൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോയതാണ്. ഗയൽ നടക്കില്ല, ഗ്യാസ് പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് ഉമ്മൻചാണ്ടി അവസാനിപ്പിച്ചു പോയതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, വളരെ പ്രധാനമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന കൂടംകുളത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വൈദ്യുതി കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എടമൺ പാത ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയതാണ്. ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൻ്റെ ഭാവി കണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് മുമ്പോട്ടേക്ക് നയിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്കൊന്നും തരാൻ തയ്യാറില്ല. കടം വാങ്ങിയത് പോലും അതെല്ലാം ആര് കടം വാങ്ങിയാലും അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കടത്തിൻ്റെ പട്ടികയിൽ ചേർക്കുക, എന്നിട്ട് ട്രഷറി പൂട്ടിക്കുക. ആ ട്രഷറി ഇതേവരെ പൂട്ടാതിരുന്നത് 89% അധിക വരുമാനമുണ്ടാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രഷറി പൂട്ടാതിരിക്കുന്നത്. അത് പൂട്ടിക്കാനായിരുന്നു ഉദ്ദേശം, അത് പൂട്ടില്ല. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന ഒരു പുതിയ വഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് പൊറുതിമുട്ടി ഞങ്ങളിനി ഒന്നുമില്ല,
നമ്മളുണ്ടാക്കിയ മുന്നേറ്റം നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്കിനി സാധിക്കില്ല. ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി പറയുന്നത് പോലെ നിങ്ങൾ പാവമാവട്ടെ, പിന്നോക്കം പോകട്ടെ, അപ്പോൾ നമുക്ക് പണം തരാം എന്ന് പറയുന്ന തലത്തിലേക്ക് നമുക്ക് പിന്നോട്ടം പോകാനാവില്ല. ഈ കേരളത്തെ ഏറ്റവും ശക്തിയായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാവണം. ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമോ കമ്മ്യൂണിസ്റ്റ് രാജ്യമോ അല്ലല്ലോ, മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് ഒരു ബദൽ നയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, അദാനിയെയും അംബാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും പിന്നീട് BJPയും ശ്രമിച്ച ശ്രമം നമുക്കറിയാം. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബദൽ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു 0.5% അതിദരിദ്രർ ഇവിടെ കേരളത്തിലുണ്ട്. 64,006 കുടുംബം. കൃത്യമായ കണക്കെടുത്തു. ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു, ഈ 64,006 കുടുംബങ്ങളിൽ 2 കൊല്ലം മുമ്പ് തന്നെ 30,000-ലധികം വരുന്ന കുടുംബങ്ങൾ ഈ അതിദരിദ്രത്തിൽ നിന്ന് മോചനമായി. ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 2025 നവംബർ 1 കേരള പിറവി ദിനത്തിൽ ഇന്ത്യയിലെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കോടാനുകോടി മനുഷ്യരുള്ള സന്ദർഭത്തിൽ ഈ കേരളം അതിദരിദ്രരില്ലാത്ത കേരളമാണ് എന്ന് നവംബർ 1 നമുക്ക് ഈ കേരളത്തിന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ സാഹചര്യം, ആരോഗ്യമേഖലയിൽ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പദ്ധതികൾ, ആർദ്രം പദ്ധതി ഉൾപ്പെടെ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേഡസ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള അതിശക്തിയായ മുന്നേറ്റം, വ്യാവസായിക മേഖലയിൽ നമുക്കറിയുന്നത് പോലെ 3 ലക്ഷത്തിലധികം വരുന്ന സംരംഭ പ്രവർത്തനങ്ങൾ, 7 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം, 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന പ്രഖ്യാപിതമായ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികൂല സാഹചര്യത്തിൽ തന്നെ. എന്നാൽ നമുക്കിതിനും മുന്നോട്ടേക്ക് പോകാനാവണം. നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാനാവണം. അതുപോലെ തന്നെ പിന്നണിയിൽ കിടക്കുന്ന ജനതയെ മുന്നോട്ടേക്ക് നയിക്കാനാവണം. അതാണ് ബദൽ. ആ രീതിയിൽ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് കുതിക്കാൻ നവകേരള സൃഷ്ടിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ ചേർന്ന് കൂട്ടായ ഒരു ശ്രമം നടത്തിയാൽ കേരളം എങ്ങനെ വളരുമെന്ന കാര്യം ഞാൻ പറയാതെ വിസ്മയത്തോടു കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ സമ്പത്ത് മുഴുവൻ ശേഖരിക്കാനുള്ള ശേഷി നമുക്ക് നേടാനായാൽ കേരളം വമ്പിച്ച രീതിയിൽ മാറ്റത്തിലേക്ക് കുതിക്കും. ഇങ്ങനെ ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളിലെ, അവികസിത രാജ്യങ്ങളല്ല, വികസിത രാജ്യങ്ങളിലെ, അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ലോകോത്തരമായ പദ്ധതിയാണ് നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് പുതുവഴികളിലൂടെ ഈ കേരളം നേടാൻ പോകുന്നത്.